എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 1ാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. 3 സെപ്പറേറ്റ് യൂണിറ്റുകളെ സർഫസ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് യോജിപ്പിച്ച് ഒരു ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലെ 1ാമത്തെ വാക്ക് അല്ലെങ്കിൽ 1ാമത്തെ ഭാഗം അഡ്സോർപ്ഷൻ എന്നൊരു വാക്കാണ്. AD ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് അബ്സോർപ്ഷൻ അല്ല, പകരം സർഫസിൽ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന, സർഫസിൽ ഒരു സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന AD അഡ്സോർപ്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. രണ്ടാമതൊരു കാര്യം, കറ്റാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ 2ാമത്തെ ഭാഗത്തിൽ പഠിക്കാം. ഇനി 3ാമത്തത് കൊളോയിഡുകൾ എന്നറിയപ്പെടുന്ന സൊല്യൂഷനുകളുടെ ചില പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത സർഫസ് എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സർഫസ് പ്രോപ്പർട്ടി ആയിട്ടുള്ള 3 കാര്യങ്ങളെ പറ്റിയാണ് വിശദമായി സംസാരിക്കുന്നത്. അതിൽ 1ാമത്തെ കാര്യം അഡ്സോർപ്ഷൻ എന്നൊരു വാക്കാണ്, ADSORPTION. രണ്ടാമത്തത് കറ്റാലിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട കറ്റാലിസിസ് ആണ്. 3ാമത്തത് കൊളോയിഡുകൾ എന്നറിയപ്പെടുന്ന സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്സോർപ്ഷൻ എന്നൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഡ്സോർപ്ഷൻ. അപ്പൊ അതിന് നമ്മൾ സാധാരണ എളുപ്പത്തിൽ പറയുന്ന ഒരു എക്സാമ്പിൾ, നമ്മൾ സാധാരണ ബോർഡിൽ എഴുതുന്ന ചോക്ക് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഷി, ചോക്കിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇങ്ക്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ അഡ്സോർപ്ഷന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഈ ചോക്കിന്റെ പ്രത്യേകത, ഈ ചോക്കിനെ ഇവിടെ വിളിക്കേണ്ട പേര്, അഡ്സോർപ്ഷൻ ഏത് വസ്തുവിലാണോ നടക്കുന്നത് ആ വസ്തുവിനെ വിളിക്കേണ്ട പേര് അഡ്സോർബെന്റ് എന്ന് പറയണം. അതേസമയം ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബെന്റിന്റെ സർഫസിലേക്ക് വന്ന് അഡ്സോർബ് ചെയ്യുന്നത്, ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബെന്റിന്റെ സർഫസിലേക്ക് വന്ന് അഡ്സോർബ് ചെയ്യുന്നത്, അതിനെ വിളിക്കേണ്ട പേര് അഡ്സോർബേറ്റ് എന്ന് പറയാം. അഡ്സോർബേറ്റ്. അപ്പൊ അഡ്സോർപ്ഷൻ എന്നറിയപ്പെടുന്ന പ്രോപ്പർട്ടിയിൽ 2 ആൾക്കാരുണ്ട്. ഏത് വസ്തുവിൽ അഡ്സോർപ്ഷൻ നടക്കുന്നു അത് അഡ്സോർബെന്റ് ആണ്. ഇനി ഏത് സബ്സ്റ്റൻസ് ആണോ വന്ന് അഡ്സോർബ് ചെയ്യുന്നത് അഡ്സോർബേറ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ചാക്ക് എന്നുള്ളത് ഒരു അഡ്സോർബെന്റും അതേസമയം ഇങ്ക് എന്നുള്ളത് ഒരു അഡ്സോർബേറ്റും ആണെന്ന് നമുക്ക് ഓർമ്മ വരണം. ഇനി അഡ്സോർപ്ഷന്റെ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അഡ്സോർപ്ഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പൊ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ 1ാമത്തെ ആപ്ലിക്കേഷൻ വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, 2ാമതൊരെണ്ണം ഗ്യാസ് മാസ്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒരെണ്ണം ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഹെറ്ററോജിനിയസ് കറ്റാലിസിസിന്റെ പ്രിൻസിപ്പിൾ അത് അഡ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ നമ്മൾ പണ്ടെപ്പോഴും കേട്ടിട്ടുള്ള ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്, മെറ്റലർജിയിൽ വരുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഇനർട്ട് ഗ്യാസ് സെപ്പറേഷൻ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ക്രൊമാറ്റോഗ്രാഫി, ഇതെല്ലാം തന്നെ ഈ അഡ്സോർപ്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇത് നമുക്കൊരു ചോദ്യമാണ്. അഡ്സോർപ്ഷന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പഠിച്ചു പറയണം. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്, മെഡിസിനിലെ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള എക്സാമ്പിൾസ് കൂടെ, ബാക്കിയുള്ള ആപ്ലിക്കേഷൻ കൂടെ അവിടെ നമ്മൾ വായിക്കണം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിന്റെ പ്രത്യേകത അത് അഡ്സോർപ്ഷൻ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഡ്സോർപ്ഷന് 2 ആൾക്കാരുണ്ട്, അഡ്സോർബെന്റും ഉണ്ട് അഡ്സോർബേറ്റും ഉണ്ട്. അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ, നമ്മൾ സാധാരണ എല്ലുപൊടി അല്ലെങ്കിൽ അനിമൽ ചാർക്കോൾ എന്നറിയപ്പെടുന്ന ഒരു അഡ്സോർബെന്റിലേക്ക് നമ്മൾ സാധാരണ ലിക്വിഫൈബിൾ ഗ്യാസ് ആയ അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള അഡ്സോർബേറ്റുകൾ ഈസി ആയിട്ട് അഡ്സോർബ് ചെയ്യാറുണ്ട്. അതേസമയം നമ്മൾ SHEലൊക്കെ പഠിച്ചതുപോലെ പ്ലാറ്റിനം എന്നറിയപ്പെടുന്ന അഡ്സോർബെന്റിന്റെ സർഫസിലേക്ക് പെർമനന്റ് ഗ്യാസ് ആയ ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ആൾക്കാർ വന്ന് അഡ്സോർബ് ചെയ്യാറുണ്ടെന്ന് ഓർമ്മ വേണം. സോ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് അഡ്സോർപ്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ചോദിച്ചാൽ അതിൽ ഒരു പോയിന്റ് നമുക്കിവിടെ പറയാം, അത് നാച്ചർ ആണ്.
അഡ്സോർബെന്റിന്റെയും അഡ്സോർബേറ്റിന്റെയും നേച്ചർ മാറുന്നതനുസരിച്ച് അഡ്സോർപ്ഷൻ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു എക്സാമ്പിൾ ചോദിച്ചാൽ പറയണം, നമ്മുടെ ചാർക്കോൾ എന്നറിയപ്പെടുന്ന അഡ്സോർബെന്റിലേക്ക് സാധാരണ ലിക്വിഫൈബിൾ ഗ്യാസ് ആണ് ഈസി ആയിട്ട് അഡ്സോർബ് ചെയ്യുന്നത്. ലിക്വിഫൈബിൾ ഗ്യാസിന് എക്സാമ്പിൾ അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ആൾക്കാരാണ്. അതേസമയം പ്ലാറ്റിനം പോലുള്ള മെറ്റൽസിന്റെ പ്രത്യേകത അതിനകത്ത് പെർമനന്റ് ഗ്യാസ് ആയ ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ആൾക്കാർ വന്ന് അഡ്സോർബ് ചെയ്യുന്നു ഓർമ്മ വരണം. സോ ഒരു ചോദ്യം കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷനിൽ ഒരു പോയിന്റ് നാച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബെന്റ് എന്ന് പറഞ്ഞിട്ട് അതിന് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത അഡ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങൾ. എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. പകരം എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ അഡ്സോർപ്ഷൻ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ പ്രഷർ ആണ്. രണ്ടാമതൊരെണ്ണം പ്രഷർ. സ്വാഭാവികമായിട്ടും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ 2 പോയിന്റ് അവിടെ കിട്ടി. ഇനി ഒരെണ്ണം ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അഡ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് നമ്മുടെ സർഫസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ പോർഷൻ അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർബെന്റ് പരിചയപ്പെട്ടു, അഡ്സോർബേറ്റ് പരിചയപ്പെട്ടു. പിന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയത് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് അഡ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിന്റെ കൂടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വന്നാൽ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷന് പകരം നമ്മൾ സാധാരണ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ അത് ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ക്യാപിറ്റൽ ടി ഉപയോഗിക്കാം. ഇപ്പൊ പ്രഷർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ പി ഉപയോഗിക്കാം. ഇനി എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അക്ഷരം x/m ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിലോ എവിടെയെങ്കിലും x/m എന്ന് കണ്ടാൽ അത് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ആണ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ ആണെന്ന് ഓർമ്മിച്ചോണം. x എന്നുള്ളത് മാസ് ഓഫ് അഡ്സോർബേറ്റ് ആണ്, m എന്നുള്ളത് മാസ് ഓഫ് അഡ്സോർബെന്റ് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മളിവിടെ പറഞ്ഞു x/m പ്രഷറും തമ്മിലുള്ള റിലേഷൻ വരും. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറയാം. അപ്പൊ ഒന്നുകൂടെ ഓർമ്മിക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷനിൽ 3 പോയിന്റ് പറഞ്ഞു. ഒന്ന് നാച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബെന്റ്, അതിന്റെ എക്സാമ്പിൾ അറിയാം. രണ്ടാമത്തെ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അതിന് വേറെ സംശയമൊന്നുമില്ല, പ്രഷർ കൂടുന്നതനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നുണ്ട്. ഇനി ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ നമുക്ക് ധാരണയായില്ല. ടെമ്പറേച്ചറിന് അഡ്സോർപ്ഷനായിട്ട് ബന്ധമുണ്ടെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അഡ്സോർപ്ഷൻ 1-2 ടൈപ്പ് ഇവിടെ കാണാം. ഫോർ എക്സാമ്പിൾ ചാർക്കോളും അമോണിയയും. ഇനി വേറൊരു എക്സാമ്പിൾ ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത, കെമിക്കൽ റിയാക്ഷനുകളിലും അഡ്സോർപ്ഷൻ വരാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത, അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ അഡ്സോർബേറ്റും അഡ്സോർബെന്റും തമ്മിൽ സ്ട്രോങ് കെമിക്കൽ ബോണ്ടുകളാണ് സാധാരണ വരുന്നത്. കെമിക്കൽ ബോണ്ട്. അതേസമയം ഈ ചാർക്കോളും അമോണിയയും പോലുള്ള ആൾക്കാർ തമ്മിലുള്ള അഡ്സോർപ്ഷന്റെ പ്രത്യേകത, ചാർക്കോളിന്റെ സർഫസിലേക്ക് അമോണിയ എന്ന അഡ്സോർബേറ്റ് വരുന്ന സമയത്ത് അവിടുത്തെ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വീക്കാണ്. വീക്ക് ഫോഴ്സുകൾ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ള തരം അഡ്സോർപ്ഷൻ പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്നത് ഒന്നുകിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ മറ്റൊരു പേര് ഫിസിസോർപ്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടുകൾ വരുന്ന, കെമിക്കൽ റിയാക്ഷനകത്ത് വരുന്ന അഡ്സോർപ്ഷനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് കെമിസോർപ്ഷൻ എന്ന് പറയാം. കെമിസോർപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സാധാരണ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് മനസ്സിലാക്കിയ ചോദ്യങ്ങൾ, ഒരു ചോദ്യം ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ മനസ്സിലാക്കി, പിന്നെ മറ്റൊരു ചോദ്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷനെ പറ്റി മനസ്സിലാക്കി, പിന്നെ ഇതാ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്സോർപ്ഷനെ നമുക്ക് 2ആയി തരംതിരിക്കാം. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഒന്ന് ഫിസിക്കൽ അഡ്സോർപ്ഷനും മറ്റൊന്ന് കെമിക്കൽ അഡ്സോർപ്ഷനും. ഫിസിക്കൽ അഡ്സോർപ്ഷനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ഫിസിസോർപ്ഷൻ എന്നാണ്.
അതേസമയം കെമിക്കൽ അഡ്സോർപ്ഷനെ സാധാരണ വിളിക്കുന്ന പേര് കെമീസ് ഓപ്ഷൻ എന്ന് പറയാം. ഇനി ഫിസിക്കൽ അഡ്സോർപ്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ചാർക്കോളും അമോണിയയും തമ്മിലുള്ള അഡ്സോർപ്ഷനെ പറ്റി സംസാരിക്കാം. അതേസമയം കെമിക്കൽ അഡ്സോർപ്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് കെമിക്കൽ റിയാക്ഷന്റെ കാര്യം തന്നെ നമുക്ക് സംസാരിക്കാം. ഇനി നമ്മൾ അടുത്ത് ഈ കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ കെമീസ് ഓപ്ഷന്റെ പ്രത്യേകത, അവിടെ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി x/m, ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി T ആണ്. അപ്പൊ ഈ പോയിന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിന്റെ കൂടെ. അപ്പൊ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്ത് ഒരു മോണോ ലെയർ, ഒരു യൂണിഫോം ലെയർ, ഒരൊറ്റ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ടെമ്പറേച്ചർ കൂടിയാൽ ഡിക്രീസ് ചെയ്യാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ചോദ്യം കൂടെ മനസ്സിലായിട്ടുണ്ട്. വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ കെമീസ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് അത് കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. കെമീസ് ഓപ്ഷൻ ചൂടാക്കുന്നതനുസരിച്ച് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കെമിക്കൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റ ലെയർ അഡ്സോർബെന്റിന്റെ സർഫസിൽ ഒരു ലെയർ ഇങ്ങനെ ഫോം ചെയ്താൽ പിന്നെ ചൂടാക്കിയാൽ ഉള്ളതും കൂടെ ഇളകിപ്പോകും. അതായത് പിന്നെ മോണോ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോപ്ഷൻ, അവിടെ നിന്ന് പുറത്തു പോവുകയാണ് സംഭവിക്കുന്നതെന്ന് ഓർത്തോണം. അതേസമയം ഫിസിക്സ് ഓപ്ഷന്റെ പ്രത്യേകത, ഫിസിക്സ് ഓപ്ഷൻ അവിടെ നമുക്ക് ഈ കാര്യം കാണിക്കാം. ടെമ്പറേച്ചർ x/m. അപ്പൊ അവിടെ ആകപ്പാടെ അവിടെ ഒരു വീക്ക് വാട്ടർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്സോർബ് ചെയ്ത് ഒരു അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടാക്കിയാൽ ആ അഡ്സോർബ് ചെയ്ത ആൾക്കാർ ഇളകി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ഫോഴ്സ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയാൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ റേറ്റ് കുറയുന്നു എന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കൂടെ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ? എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഫിസിക്സ് ഓപ്ഷൻ ചോദിച്ചാൽ when temperature increases extent of adsorption decreases. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം അവർ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ കെമീസ് ഓപ്ഷൻ ചോദിച്ചാൽ അത് കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് when temperature increases extent of adsorption increases and after the formation of monolayer it decreases എന്ന് നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിന്റെ എഫക്റ്റും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു പോയി. ഇനി x/m ഉം ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ആ സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഗ്രാഫുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഐസോ. x/m ഉം T തമ്മിലുള്ള റിലേഷൻ ആണ്. ആ സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഐസോ. പ്രഷറായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് ഐസോ ബാർ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു ഐസോ ബാർ ആണ്, ഈ വരച്ചിരിക്കുന്നത് ഐസോ ബാർ ആണ്. കാരണം അവിടെ x/m ഉം T തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ x/m ഉം T റിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആവണം. പ്രഷർ കോൺസ്റ്റന്റ് ആയത് ഐസോ ബാർ ആണെന്ന് ഓർമ്മ വരണം. ഇനി അപ്പോ ഫിസിക്സ് ഓപ്ഷൻ കെമീസ് ഓപ്ഷൻ തമ്മിൽ ഡിഫറൻസ് ചോദിച്ചാൽ ഇപ്പൊ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഒന്ന് വാൻ ഡെർ വാൾസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് പറയാം. ഇവിടെ അതുപോലെ തന്നെ കെമീസ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റ് കെമിക്കൽ ബോണ്ട് ആണ്. പിന്നെ ഈ ഗ്രാഫിന്റെ കാര്യം നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഇവിടെ മൾട്ടി ലെയർ ഫോർമേഷൻ നടക്കാം. മൾട്ടി ലെയർ ഫോർമേഷൻ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മോണോ ലെയറിന്റെ കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഒക്കെ അവിടെ പറയാം. പിന്നെ ഈ ഫിസിക്സ് ഓപ്ഷന്റെ പ്രത്യേകത ഇന്നയാളിൽ മാത്രം അങ്ങനെയില്ല, ആർക്ക് വേണോ ആരുമായിട്ട് അഡ്സോർബ് ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് അല്ല, പക്ഷെ അതേസമയം ഇവിടെ സ്പെസിഫിക് ആണ്. കെമീസ് ഓപ്ഷന്റെ പ്രത്യേകത കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് ഇന്നയാളുമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ ഇറ്റ് ഈസ് എൻതാൽപി ചേഞ്ച് when 1 mole of adsorbate adsorbed on the surface of adsorbent. 1 mole adsorbate ഒരു അഡ്സോർബേറ്റിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ചിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഡെഫിനിഷൻ ആണ്. ആ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷന് ഫിസിക്സ് ഓപ്ഷനിൽ ലോ വാല്യൂ ആണ്, അതേസമയം ഇവിടെ ഹൈ വാല്യൂ ആണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് കൂടെ ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞിരിക്കാം. ശരി, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് ആ പ്രഷറിന്റെ കാര്യം നമുക്കൊന്ന് ഡീറ്റെയിലിൽ സംസാരിക്കാം. x/m പ്രഷർ. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ നമുക്കറിയാം
അത് ഫിസിക്സ് ഓപ്ഷൻ ആയാലും കെമിസ്ട്രി ഓപ്ഷൻ ആയാലും പ്രഷർ കൂടുന്നതനുസരിച്ച് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നുണ്ട്. അങ്ങനെ കൂടി 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 ഒരു യൂണിഫോം ലെയർ, ഒരു മോണോ ലെയർ ഫോം ചെയ്താൽ പിന്നെ ഇവിടുത്തെ പ്രത്യേകത പിന്നെ അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു യൂണിഫോം റേറ്റിലാണ് നടക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെയാണെങ്കിൽ ഒരു മോണോ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു മോണോ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു യൂണിഫോം റേറ്റ് ആണ്. യൂണിഫോം റേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ പാരലലായിട്ട് പോകുന്നുണ്ട്. പിന്നെയും അഡ്സോർപ്ഷൻ ഉണ്ട്, പക്ഷെ അതൊരു യൂണിഫോം റേറ്റിലാണെന്ന് ഓർമ്മ വരണം. ഇനി മോണോ ലെയറിന് കറസ്പോണ്ടിങ് പ്രഷറിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് സാച്ചുറേറ്റഡ് പ്രഷർ എന്നാണ്. അതിനെ P0 എന്ന് റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷനിൽ നാച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻസ് സംസാരിച്ചു. പിന്നെ പ്രഷറിന്റെ കാര്യം ഇപ്പൊ സംസാരിച്ചു. പ്രഷറിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറയണം. when pressure increases, extent of adsorption increases, and after the formation of monolayer it become constant. അപ്പോഴും അഡ്സോർപ്ഷൻ ഉണ്ട്, പക്ഷെ അതൊരു സ്ഥിരം റേറ്റിൽ, ഒരു യൂണിഫോം റേറ്റിലാണ് നടക്കുന്നതെന്ന് ഓർമ്മ വരണം. ഇനി അടുത്തൊരു ചോദ്യം അവിടെയുണ്ട്. ദി പ്രഷർ കറസ്പോണ്ടിങ് ടു ദ ഫോർമേഷൻ ഓഫ് മോണോലെയർ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് പ്രഷർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് P0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എങ്കിൽ ഈ ഗ്രാഫിനെ എന്ത് പേരിട്ട് വിളിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ x/m Pയും തമ്മിലാണ് റിലേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം, ടെമ്പറേച്ചർ ഐസോയാവണം, ഐസോതേം എന്ന് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിനെ വിളിക്കേണ്ട പേരാണ് ഐസോതേം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് ഐസോതേം ആണോ ഐസോബാർ ആണോ നമുക്ക് തിരിച്ചറിയാം. x/m ഇവിടെ x/m ഉണ്ട്, ഇവിടെ x/m ഉണ്ട്, ഇവിടെ x/m ഉണ്ട്, ഇവിടെ t ആണ് കൂടെ ഉള്ളത്. x/m t തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണ് ഉള്ളത് ഐസോ ബാർ ആണ്. അതേസമയം ഇവിടെ x/m p ആണ്. ആ സമയത്ത് മറ്റേ പ്രോപ്പർട്ടി ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഐസോതേം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ആദ്യം ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാം. ഒരു ചോദ്യം, അഡ്സോർപ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സർഫസിൽ കോൺസെൻട്രേഷൻ കൂടുന്ന പ്രോപ്പർട്ടി. പിന്നെ വേറൊരു ചോദ്യം, അഡ്സോർബെന്റും അഡ്സോർബേറ്റും എന്താണ്, അപ്പൊ അത് നമുക്ക് പറയാൻ അറിയാം. പിന്നെ ഒരു ചോദ്യം, ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താണ്, അതിനെപ്പറ്റി അറിയാം. പിന്നെ ഒരു ചോദ്യം, ഫിസിക്കൽ അഡ്സോർപ്ഷൻ രണ്ട് തരത്തിലുണ്ട്, ഏതൊക്കെയാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിക്സ് ഓപ്ഷനും കെമിസ്ട്രി ഓപ്ഷനും. പിന്നെ അടുത്തൊന്ന് ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്താണ്, പിന്നെ ഒന്ന് പ്രഷറിന്റെ എഫക്ട് എന്താണ്, പിന്നെ ഐസോതേം എന്താണ്, ഐസോബാർ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ 3 ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്, പക്ഷെ മൂന്ന് തരത്തിലാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സാച്ചുറേറ്റഡ് പ്രഷർ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ, ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിനൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. അതായത് x/m pയും തമ്മിൽ നോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ x/m pയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഈ കണ്ടതുപോലെ. ചില സമയത്ത് x/m എന്നുള്ളത് പിയുടെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചില സമയത്ത് x/m എന്നുള്ളത് പിയുടെ ക്യൂബ് റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചില സമയത്ത്, അതായത് മാത്തമാറ്റിക്കൽ ആസ്പെക്ട് കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് അത് ഫോർത്ത് റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് പറയാറുണ്ട് x/m പ്രൊപ്പോർഷണൽ ടു nth റൂട്ട് ഓഫ് പ്രഷർ എന്ന് പറയാറുണ്ട്. അപ്പൊ n എന്നുള്ളത് ചിലപ്പോൾ സ്ക്വയർ റൂട്ട് ആവാം, അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ആവാം, അല്ലെങ്കിൽ ഫോർത്ത് റൂട്ട് ആവാം. ഇത് നമ്മൾ സാധാരണ x/m പ്രൊപ്പോർഷണൽ ടു p സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്, റേസ് ടു 1/2. ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നത്. ക്യൂബ് റൂട്ട് ആണെങ്കിൽ 1/3 എന്ന് എഴുതും. അപ്പൊ അതുപോലെ നോക്കുന്ന സമയത്ത് നമ്മൾ nth റൂട്ട് ആണെങ്കിൽ അത് 1/n എന്ന് എഴുതാറുണ്ട്. ഇനി പ്രൊപ്പോർഷനാലിറ്റി മാറ്റി കോൺസ്റ്റന്റ് കൊടുക്കാറുണ്ട്, k എന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ എങ്കിൽ മറക്കാൻ പാടില്ലാത്ത ഒരു ഫോർമുല നമ്മൾ അവിടെ പഠിച്ചു, x/m = k × p റൈസ് ടു 1/n എന്ന് പറയണം. ഇനി n എന്ന് വെച്ചാൽ അത് എത്രാമത്തെ റൂട്ടാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇനി k എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോർമുലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതൊരു ശാസ്ത്രജ്ഞന്റെ പേരിൽ കണ്ടുപിടിച്ച ഫോർമുലയാണ്. ആ ശാസ്ത്രജ്ഞന്റെ പേര് ഫ്രുൺലിഷ് എന്ന് നമുക്ക് പറയണം. ഫ്രുൺലിഷ് എന്ന് പറയണം. ഫ്രുൺലിഷ് അഡ്സോർപ്ഷൻ
നോക്കൂ, ഇവിടെ എക്സ് ബൈ എമ്മും പിയും തമ്മിലാണ് റിലേറ്റ് ചെയ്യുന്നത്. എക്സ് ബൈ എമ്മും പിയും ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ചോദ്യം കൂടെ പഠിച്ചു. എന്താണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫോർമുല തന്നെയാണ്. എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പി റൈസ് ടു 1/n. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ളത് ചില സമയങ്ങളിൽ അത് സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷനിലായിരിക്കും, ചില സമയങ്ങളിൽ അത് ക്യൂബ് റൂട്ടിന് പ്രൊപ്പോർഷനിലായിരിക്കും, ചില സമയം ഫോർത്ത് റൂട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ജനറൽ ആയിട്ട് nth റൂട്ട് എന്ന് പറഞ്ഞതെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ ഇനി ഈ n-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എത്രാമത്തെ റൂട്ടാണ്, സ്ക്വയർ റൂട്ടാണോ ഫോർത്ത് റൂട്ടാണോ nth റൂട്ടാണോ എന്ന് ചോദിച്ചാൽ n-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഈ ഫോർമുലയിൽ നിങ്ങൾ ലോഗ് എടുക്കുക. ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു 3 ആയി. ഇത് പ്രോഡക്റ്റ് റൂൾ ആണ്. ലോഗ് കെ പ്ലസ് ഇത് ബി ലോഗ് പി റൈസ് ടു 1/n. ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോം അവിടെ എഴുതി. ഇനി ഇത് ലോഗ് എ റൈസ് ടു n ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ലോഗ് എക്സ് ബൈ എം ഈക്വൽ ടു ലോഗ് കെ പ്ലസ് ലോഗ് എ റൈസ് ടു n എന്നുള്ളത് n ലോഗ് എ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1/n ഇൻറ്റു ലോഗ് പി. ഓക്കെ, ഈക്വേഷന്റെ പ്രത്യേകത ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തുല്യമാണ്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതായത് y ആക്സിസിൽ ലോഗ് എക്സ് ബൈ എം വരയ്ക്കുക, എക്സ് ആക്സില് ലോഗ് പി വരയ്ക്കുക. അപ്പൊ നോക്കുക, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്ക്. ഇവിടെ എക്സ് ബൈ എം എന്നാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ ഇവിടെയാണെങ്കിൽ ലോഗ് എക്സ് ബൈ എം. ഇവിടെ പി എൻ ആണ്, ഇവിടെയാണെങ്കിൽ അത് ലോഗ് പി ആണ്. ഓക്കെ, ഈ ഗ്രാഫിന്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. ഇവിടുത്തെ പ്രത്യേകത പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഇന്റർസെപ്റ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് വെച്ചാൽ മുകളിലോട്ട് വരയ്ക്കണം. ഇനി ഇന്റർസെപ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് മുകളിലാക്കി ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. അതിൽ നിന്ന് സ്ലോപ്പിന് തുല്യമായ വാല്യൂ എം എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പിന് തുല്യമായ വാല്യൂ എമ്മിന് തുല്യമായ വാല്യൂ നമുക്കറിയാം, അത് 1/n ആണ്. സോ n ഈക്വൽ ടു 1 സ്ലോപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർമിൽ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തുല്യമായി നമ്മൾ മാറ്റി എഴുതി. ഗ്രാഫ് വരച്ചു, ലോഗ് എക്സ് ബൈ എം ലോഗ് പിയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു. ഒരു പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി n-ന്റെ വാല്യൂ കിട്ടുമെന്ന് ഓർത്തോണം. ഇനി അടുത്ത കെയുടെ വാല്യൂ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ നോക്ക്, ഇത് ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ നോക്ക്, ഇന്റർസെപ്റ്റ് ഈക്വൽ ടു ലോഗ് കെ. അതിൽ നിന്ന് കെ കണ്ടുപിടിക്കാൻ വേണ്ടി ആന്റി ലോഗ് ഓഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ചെയ്ത ജോലി എന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർമിൽ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇനി മറ്റൊരു കാര്യം, നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ സൊല്യൂഷനിൽ നിന്ന് കളറിംഗ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഡൈസിനെ പുറത്തെടുക്കുന്ന ചില പ്രോസസ് ഉണ്ട്. അതിലും ഈ പറഞ്ഞിരിക്കുന്ന അഡ്സോർപ്ഷന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോർമുലയിൽ ചെറിയ വ്യത്യാസം വരുത്തണം. അതായത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഫോർമുല എക്സ് ബൈ എം ഈക്വൽ ടു കെ ഇൻറ്റു പ്രഷറിന് പകരം സി റൈസ് ടു 1/n എന്ന് എഴുതണം. അതായത് ചില ഡൈസ് ഒക്കെ കളറിംഗ് സബ്സ്റ്റൻസിനൊക്കെ ചാർക്കോളൊക്കെ ഇട്ട് അതിൽ നിന്ന് നമുക്ക് കളർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് വേണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്സോർപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാം, അതിനെ ചോദ്യോത്തരങ്ങളാക്കി മാറ്റാം. ശരി, അപ്പൊ ഞാൻ ചോദ്യങ്ങൾ പറയാം. ശരി, നോക്കണം. അപ്പൊ ചോദ്യങ്ങൾ 1, എന്താണ് അഡ്സോർപ്ഷൻ? ഓക്കെ, അതിന്റെ ഉത്തരം നമുക്കറിയാം. ചോദ്യം 2, അഡ്സോർബെന്റ് എന്താണ്, അഡ്സോർബേറ്റ് എന്താണ്? 2 ചോദ്യങ്ങളായി. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ? അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. ഇപ്പൊ 3 ചോദ്യങ്ങളായി. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ? ഫാക്ടേഴ്സ് ഒന്ന് നാച്ചർ ഓഫ് റിയാക്ടന്റ്, അഡ്സോർബെന്റ് ആൻഡ് അഡ്സോർബേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. പ്രഷർ അത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. ടെമ്പറേച്ചർ അത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. ഇനി വേണമെങ്കിൽ അത് കൂടാതെ സർഫസ് ഏരിയയും ഒരു ഫാക്ടറായിട്ട് പറയാം. അപ്പൊ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച്
അഡ്സോർപ്ഷൻ കൂടുന്നു പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞ 4 ചോദ്യങ്ങൾ, ഒന്ന് അഡ്സോർപ്ഷൻ എന്താണ്, പിന്നെ അഡ്സോർബേറ്റും അഡ്സോർബേറ്റിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, അതെന്താണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു, ആ ചോദ്യം അറിയാം. പിന്നെ വേറൊന്ന് പറഞ്ഞത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ, അതും ഞാൻ പറഞ്ഞു, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാം. ഓക്കെ, 4 ചോദ്യങ്ങൾ അവിടെയായി. ഇനി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഡിഫറൻസ് പറയുക എന്ന് പറയുന്ന ഫിസിസോർപ്ഷന്റെ കെമിസോർപ്ഷന്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ചോദ്യം അതായി, അത് പറഞ്ഞു. ഇനി ആറാമത്തെ ചോദ്യമായിട്ട് വാട്ട് ഈസ് ഡിഫൈൻ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, അതിന്റെ വാല്യൂ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞൊരു ചോദ്യം ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷനായിട്ട് ബന്ധപ്പെട്ട്. ഇനി പ്രത്യേകിച്ച് ഒരു ചോദ്യം ഡിസ്കസ് ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഫിസിസോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ, ഡ്രോ റിലേറ്റിംഗ് ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡ്രോ ഐസോ ബാർ എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇന്റലിജൻസ് വേണം. ഐസോ ബാർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്രഷറാണ് കോൺസ്റ്റന്റ്, അപ്പൊ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യേണ്ടത് XYയും ടെമ്പറേച്ചറുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഗ്രാഫിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ചോദ്യം. ഇനി വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് പ്രഷർ ഓൺ അഡ്സോർപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രഷർ ഇൻക്രീസസ്, extent of adsorption increases, and after the formation of monolayer it become constant എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാഫ് ഒക്കെ വരച്ച് കാണിച്ചു, സാച്ചുറേഷന്റെ കാര്യങ്ങൾ കാണിച്ചാൽ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഇനി അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ അല്ലെങ്കിൽ ഡിഫൈൻ ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ ഇക്വേഷൻ ആണ്. ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ പറയുക x y equal to k into p raised to 1/n എന്ന് പറയുക. ഇതല്ല പറയേണ്ടത്, ഇതാണ് പറയേണ്ടത് ഇക്വേഷനിൽ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്, ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് എഴുതേണ്ടത് നിർബന്ധമായിട്ട് ഇതാണ് എഴുതേണ്ടത്, x y equal to k into p raised to 1/n. അപ്പൊ അതായത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്കസ് ദ മെത്തേഡ് ടു ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് n ആൻഡ് k ഇൻ ഫ്രണ്ടിഷ് അഡ്സോർപ്ഷൻ ഐസോതം. n-ന്റെയും k-യുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന വിധം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആക്കിയിട്ട്, പിന്നെ അടുത്ത അതിന്റെ സ്ലോപ്പ് എടുത്താൽ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുത്ത് n കണ്ടുപിടിക്കാമെന്നും ഇന്റർസെപ്റ്റിന്റെ ആന്റിലോഗ് എടുത്താൽ k കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാഫ് വരച്ച് കാണിക്കണം. അത്രയായി. ഓക്കെ, ഇനി നിങ്ങളുടെ അല്പം കൂടെ ഇന്റലിജൻസ് കൂടിയ തലത്തിൽ ചില ചോദ്യങ്ങൾ വരാം. ഗ്രാഫ് വരയ്ക്കാൻ മാത്രം ചോദിക്കാം. ആ ഗ്രാഫ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. x/m p തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെ, അതേസമയം log x/m log p തമ്മിലുള്ള ഗ്രാഫ് വ്യത്യസ്തമാണ്. ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെയാണെങ്കിൽ യൂണിഫോം ലെയർ വന്നിട്ട് പിന്നെ ഒരു മോണോലെയർ ഫോർമേഷന് ശേഷം കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ആ രണ്ട് ഗ്രാഫും തമ്മിൽ കമ്പാരിസൺ വെച്ച് വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഗ്രാഫ് മാത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ രണ്ട് ഗ്രാഫ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ചോദ്യം അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഫോർമുല എഴുതുക, x/m equal to k into c raised to 1/n എന്ന ഫോർമുല എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഒന്നാം ഭാഗമായ അഡ്സോർപ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നല്ലവണ്ണം പഠിക്കുക. ഒരുപാട് ചോദ്യത്തിന്റെ സാധ്യതകളുണ്ട്, ഒരുപാട് ഓൺവേർഡ് ക്വസ്റ്റിന്റെ സാധ്യതകളുണ്ട്. നല്ലവണ്ണം എഴുതി ഗ്രാഫൊക്കെ വരച്ച് പ്രത്യേകം വരച്ച് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാറ്റലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.